ഇവിടെ ഉമ്മച്ചി എന്നും പറയാറുള്ള കാര്യമാണ് കേട്ടോ, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല ഹെൽത്തി ആയിട്ട് കഴിക്കണം. കാരണം അന്നത്തെ ദിവസം ഫുൾ എനർജി കിട്ടുന്നത് ഈ ബ്രേക്ക്ഫാസ്റ്റിൽ നിന്നാണ്. വളരെ ശരിയായ കാര്യമാണല്ലേ. അപ്പോൾ പണ്ടത്തെ കാലത്ത് അവരിങ്ങനത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെയാണ് കഴിച്ചിരുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കും ഇന്ന് പഴയ പോലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം, വളരെ ഹെൽത്തി ആയിട്ട്. അപ്പോൾ ഞാൻ ഇന്ന് ചോളപ്പുട്ടും പയറ് ഉലർത്തുമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കിയാലോ. ആദ്യം പയറ് വേവിക്കാൻ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ചോളപ്പൊടി, ഞാൻ നിറപറയുടെ ചോളപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു കോൺ പുട്ടുപൊടി ഇല്ലേ, നല്ല മണവും നല്ല പ്ലഫിയും ഒക്കെയാണ് കേട്ടോ. ഉമ്മച്ചി ഇതിൻ്റെ മണം അടിച്ചിട്ട് പറയുകയാണേ, പണ്ടത്തെ ആ ഒരു പുട്ടുപൊടിയുടെ മണം തോന്നുന്നെന്ന്. അത് വേറൊന്നും കൊണ്ടല്ല, ഇവരും പണ്ടത്തെ പോലെ വിറകടുപ്പിൽ സ്ലോ കുക്ക് ചെയ്തിട്ടാണ് കേട്ടോ ഈ ഒരു പുട്ടുപൊടി ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പഴയ കാലത്തെ മണവും ടേസ്റ്റും ഒക്കെ ഇതിന് കിട്ടും. ഞാൻ പുട്ടുപൊടി കുറച്ച് വെള്ളം ഉപ്പും ഒക്കെ ഇട്ട് നന്നായിട്ട് നനച്ച് കുറച്ച് നേരം മാറ്റി വെച്ചിരുന്നു. എന്നിട്ട് പുട്ടുകുറ്റിയിലേക്ക് തേങ്ങായും ആ ഒരു പുട്ടുപൊടിയൊക്കെ ഇടകലർത്തിയിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കുറച്ച് ഏത്തപ്പഴം പുഴുങ്ങാൻ വെച്ചായിരുന്നു. ഇതാ പയർ ഉലർത്തും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ എരിവുള്ള പയറുലർത്തും ഈ ചോളപ്പുട്ടും കൂടെ കഴിക്കാനായിട്ട്. നമ്മളെ ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവർക്കും ഇതൊക്കെ ഒരു ബാലൻസ്ഡ് മീൽസായിട്ട് കൊണ്ടുപോകാൻ പറ്റുമേ. അപ്പോൾ ഞാൻ പിന്നെ കുറച്ച് നാടൻ പപ്പടം ഉണ്ടായിരുന്നു, അതും കൂടെ പൊരിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു കുറവ് വേണ്ടല്ലോ, ഡയറ്റ് ഉള്ളവർ വേണേൽ പപ്പടം അങ്ങ് സ്കിപ്പ് ചെയ്താൽ മതിയേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല പ്ലഫി ആയിട്ടുള്ള പുട്ട് റെഡി ആയിട്ടുണ്ട്. എല്ലാം കൂടെ കൂട്ടി കുഴച്ചങ്ങ് കഴിക്കുക. പിന്നെ രാവിലെ സ്കൂളിലേക്ക് പോകുന്ന മക്കൾക്ക് ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആക്കി കൊടുത്താലും അടിപൊളിയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കേ.